പിന്നെ വേറൊരു കാരണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഇതുണ്ട്, അള്ളാഹു ഓർഡർ മാറിയിട്ടുണ്ട് ഇതില് അറബി, അല്ലാഹുമ്മ റഹം ഖുലഫാഇ ഖീല വമൻ ഖുലഫാഉക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് നബി തങ്ങൾ പറയണ അല്ലദീന യഅ്തൂന മിൻ ബഅദി യറൂന അഹാദീസി വസുന്നത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതില് വമൻ ഖുലഫാഉക എന്നുള്ള, അപ്പൊ ഈ ഒരു ദുആ അല്ലാഹുമ്മ റഹം ഖുലഫാഇ എന്നുള്ള നബി തങ്ങളെ ഈ ദുആയുടെ ഒരു ഭാഗമായിട്ട് ഉൾപ്പെടുക. സ്വാഭാവികമായിട്ടും അതിൽ ഉൾപ്പെടണമെങ്കിൽ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈവൻ അവിടെ ക്യാൻസൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കാരണം ആ ദുആയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അല്ലദീന യറൂന അഹാദീസി വസുന്നത്തി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടണം. ഇത് ഇവരുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പറയാനുള്ളത്, നിങ്ങൾ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് കേട്ടിട്ടില്ലേ? കുറെ ആൾക്കാർ ആ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ബുഖാരി ഇമാമിനെ കുറിച്ച് പറയലുണ്ട്, ഇബ്നു ഹജർ അസ്കലാനി തങ്ങളെ കുറിച്ച് പറയലുണ്ട്. അപ്പൊ ഇവിടെ സുയൂത്തി ഇമാം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്താ ഉണ്ട് ഖിലാഫത്തുർ റാഷിദയോട് കൂടി കഴിയുന്നുണ്ട്. പക്ഷെ ഇൽമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹദീസിലുള്ള ഖിലാഫത്ത് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന പോലെ തന്നെ ഈ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് വരാനുള്ള ഒരു കാരണം എന്താണ്? ഖിലാഫത്തിന്റെ ഖലീഫയാണ് നമ്മൾ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയാറുള്ളത്. അപ്പൊ ഈ അർത്ഥത്തിലുള്ള ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ, ആ കാലത്തെ ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന രീതിയിൽ സുയൂത്തി ഇമാം പറയുന്നുണ്ട്. ഈ ഹദീസ് ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ, അത് വേറൊന്നും വരുന്നത് എന്ത്, ജീനിയോളജി, നസബ്, ഇൽമുൽ അൻസാബ്, നസബ് ഉണ്ടാവുമല്ലോ. അപ്പോ പിതാക്കൾ വഴിയാണല്ലോ ഒരാളൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരാളെ സൊസൈറ്റിയിലെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ അതിൽ ബിലോങ്ങിങ് അതിൽ ആ ഒരു കുടുംബത്തിൽ പെട്ടതാവുക, അയാൾക്ക് ഒരു ലീനേജ് വേണം, ഒരു നെസബ് വേണം. അതുണ്ടാവലോടുകൂടി ഇന്നയാളെ മകനാണ്. അപ്പോ ഉലമാക്കൾ അല്ലെങ്കിൽ മുസ്ലിം സ്കോളറി കമ്മ്യൂണിറ്റിയിൽ ഒരാൾ അംഗമാവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണം എന്ത് വേണം, സനദ് വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും സനദ് വഴി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരിത്, പിന്നെ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ സ്കോളർ ഉണ്ട്, ഉസ്മാൻ ദാൻ ഫോദിയോ, 19th സെഞ്ചുറി സ്കോളറാണ്. അപ്പൊ മൂപ്പര് പറയുന്നതെന്ന് വെച്ചാല് അഹ്ലുബൈത്ത് വഴി അല്ലെങ്കിൽ ജനനം വഴി അഹ്ലുബൈത്ത് നബി തങ്ങളുടെ കുടുംബത്തിലാവാൻ അംഗമാവാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ച് ഒരാൾക്ക് അതിൽ പെടാൻ അല്ലെങ്കിൽ അതിലേറെ ഫളീലത്തുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ സനദ് വഴി നബി തങ്ങൾ ആ ഒരു കണ്ണിയിൽ അംഗമാവുക എന്നുള്ളത്. പിന്നെ വേറെ ഒരുപാട് ഹദീസുകൾ ഉണ്ട്. പിന്നെ ഷാഫി ഇമാമിന്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇതുണ്ട്, മസലുൽ ലദി യത്ലുബുൽ ഇൽമ ബിലാ ഇസ്നാദിൻ മസലു ഹാതിബി ലൈലിൻ ലഅല്ല ഫീഹാ അഫ്ഗാ തൽദഉഹു വഹുവ ലാ യദ്രി. ഇങ്ങനെ ഒരുപാട് സാധനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കോട്ടിങ്സും അല്ലെങ്കിൽ ഹദീസുകളും പിൽക്കാല അല്ലെങ്കിൽ ഈ ഒരു ഹദീസ് ട്രാൻസ്മിഷനെ ഈവൻ ആഫ്റ്റർ കാനൈസേഷന് ശേഷവും ഈ ഹദീസ് ട്രാൻസ്മിഷൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഉലമാക്കള് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ എന്താണ്, സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ്. ഇതിനപ്പുറം നമ്മള് സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ക്യാപിറ്റൽ എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജോയൽ ബ്ലക്കറെ സെഡ് ദി പ്രൊഫറ്റ് ഓഫ് ഗോഡ് ഹദീസ് കമന്ററീസ് അക്രോസ് എ മില്ലേനിയം, ഇതിലൊക്കെ മുബരി ഷറഹുൽ ഹദീസ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങളും ബദ്രുദ്ദീൻ അയ്യൂബി തങ്ങളും ഇവരൊക്കെ മംലൂക്ക് പീരീഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇത് ജസ്റ്റ് പ്യുവർ ഒരു റിലീജിയസ് ആക്ടിവിറ്റി എന്നുള്ളതിനപ്പുറം പാട്രണേജ് അല്ലെങ്കിൽ സുൽത്താന്മാരെ ഖാദി പൊസിഷൻ കിട്ടുക, അതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുക, ഇത് നമുക്ക് കിതാബുകൾ നോക്കുമ്പോൾ മനസ്സിലാണ്. പ്യുവർലി അതിനായിട്ട് മാത്രമാണെന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആണ്. കാരണം അവര് ദുന്യവിയായിട്ടുള്ള വേൾഡില് കാര്യങ്ങൾക്ക് മാത്രം ചെയ്തെന്നുള്ളത് ഒരു ഈ ട്രഡീഷന്റെ ലോജിക്കിനോട് യോജിക്കാത്തതാണ്. പക്ഷെ അതേസമയം ഇതും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോ റിലീജിയസ് ആയിട്ടുള്ള ഗോൾസിന് അപ്പുറം ഇങ്ങനത്തെ സോഷ്യൽ ആൻഡ് മെറ്റീരിയൽ ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഈ ഷറഹുൽ ഹദീസിലുണ്ട്. സനദിന്റെ കേസിൽ എങ്ങനെ വെച്ചാല് ഈ ആല സനദ് ഉണ്ടാവും, നബി തങ്ങളിലേക്ക് എത്തുന്ന അങ്ങനെ വരുന്നുണ്ട്. അപ്പോ സനദ് ആലി, ഈ സനദ് ആലിയുള്ള ആൾക്ക് എന്താവും, ഭയങ്കര സ്വീകാര്യത ഉണ്ടാവും. അയാളെ തേടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും.
നേരെ തിരിച്ച് ഒരാൾക്ക് സനദ് നാസിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഭയങ്കര മോശമാണ്. മുഹദ്ദിസുകൾ അങ്ങനെയാണ് മനസ്സിലാക്കാറ്. അത് ഏതൊരു സ്കോളറെ കുറിച്ച് അങ്ങനെ തന്നെ ഒരു കിതാബിൽ കാണുന്നുണ്ട്. അയാളുടെ അടുത്ത് സനദ് നാസിലാണ് ഉള്ളത്, അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോകരുത്, അയാളെ മോശമാക്കിയിട്ടുള്ള ഒരിത്. ആളെ പേര് ഞാൻ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ ഒരു സൊസൈറ്റിയിലുള്ള ഹയറാർക്കിയും സൊസൈറ്റിയിലുള്ള ഓരോ പൊസിഷനും തീരുമാനിച്ചിരുന്നത് എന്താണ്, ഇവരുടെ അടുത്തുള്ള സനദ് ഉണ്ടാവാന്നല്ല, സനദ് ആലുണ്ടാവാന്നല്ല. സ്വാഭാവികമായിട്ടും ഇതൊരു പ്രേരകമായി മാറി. ഏറ്റവും നല്ല ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഹദീസ് കളക്ട് ചെയ്യണം, അതിനുവേണ്ടി യാത്ര ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു മോട്ടിവേഷനായി മാറി ഈ ഒരു സോഷ്യൽ ഹയറാർക്കി. അതിനനുസരിച്ച് സനദിന്റെ ഒരാളെടുത്തുള്ള സനദാസ് എ സോഷ്യൽ ക്യാപിറ്റൽ, അതിനനുസരിച്ച് എന്താവുക, ഓരോരുത്തരുടെ സൊസൈറ്റിയിലെ പൊസിഷൻ നിർണ്ണയിക്കപ്പെടുക, ഇങ്ങനൊരു സാധനം ഉണ്ട്.